വിക്ടേഴ്സിലെ രണ്ടാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് പഠിച്ചു. പിന്നെ ഇവിടെ ഒന്നാമത് പറഞ്ഞത് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിലുള്ള ഓബ്ജക്ട്സിനെയാണ് അതിനെ എലമെൻറ്റ്സ് എന്ന് പറയുക. അത് നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, പേരുകളാവാം, ചിഹ്നങ്ങളാവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ അതിനെ എലമെൻറ്റ്സ് ഓർ മെമ്പേഴ്സ് എഴുതും. ഇനി ഒരു എലമെൻറ്റ് ഒരു സെറ്റിലുണ്ട് എന്നുള്ളത് ഈ ഒരു ചിഹ്നത്തിൽ 3 ഇത് വായിക്കേണ്ടത് 3 ബിലോങ്സ് ടു എ അല്ലേ. അതേപോലെ ഇല്ല എന്നുള്ളത് 4 ഡസ് നോട്ട് ബിലോങ് ടു എ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അന്ന് പറഞ്ഞു പിന്നെ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, അതുപോലെ സ്റ്റാൻഡേർഡ് സെറ്റ്സിൻ്റെ നൊട്ടേഷൻ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സ് ക്യാപിറ്റൽ N, ഹോൾ നമ്പേഴ്സ് W, ഇൻറ്റിജേഴ്സ് Z, അതിൽ തന്നെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ Z+, റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ Q, റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ R. ഈ രണ്ടാമത്തെ നൊട്ടേഷൻ ഈ ടെക്സ്റ്റുകളിലുള്ള നൊട്ടേഷനാണ്. നമ്മൾ എഴുതുമ്പോൾ ഈ ആദ്യത്തെ രീതിയിൽ എഴുതിയാൽ മതി. റിയൽ നമ്പേഴ്സിനെ ക്യാപിറ്റൽ R കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് R അല്ലേ, Q ആണ്, 2 R-ലാണ് തുടങ്ങുന്നതെങ്കിലും പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ R+. ഇതേപോലെ നെഗറ്റീവ് ആണെങ്കിൽ R- എന്ന് എഴുതും. ഓക്കെ, പിന്നെ കുറച്ച് സെറ്റ്സ് ഇവിടെ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. N, W, Z. ഓക്കെ, Q റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഓർഡർ എഴുതുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇൻഫിനിറ്റ് സെറ്റ് ആണെങ്കിൽ ഒരു ഓർഡറിൽ എഴുതുന്നതാണ് നല്ലത്. ഇനി അടുത്ത് മെയിനായിട്ടുള്ളത് ഒരു സെറ്റിൻ്റെ രണ്ടാമത്തെ ഫോമാണ്. അതിനെ സെറ്റ് ബിൽഡർ ഫോം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത വെച്ച് എഴുതുന്ന ഒരു രീതിയാണത്. ഉദാഹരണത്തിന് ഇവിടെ തന്നെ കൊടുത്തതിൽ A എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 2. നമുക്കറിയാം 1ൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സിന് ഒരിക്കലും ലിസ്റ്റ് ചെയ്യാനാവില്ല. 1ൻ്റെ 2ൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 1ൻ്റെ അപ്പുറമാണ് 1.1, പക്ഷേ 1ൻ്റെ 1.1ൻ്റെ ഇടയ്ക്ക് 1.01 ഉണ്ട്. അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ രണ്ടാമത്തെ രീതിയിൽ ഇങ്ങനെ എഴുതാം. A എന്ന് എഴുതും ഈക്വൽ ടു സെറ്റ് X. ഇത് വായിക്കേണ്ടത് സെറ്റ് ഓഫ് ഓൾ X. ഓക്കെ, ഈ ചിഹ്നം വായിക്കേണ്ടത് സച്ച് ദാറ്റ്. എന്നിട്ട് എക്സിൻ്റെ പ്രത്യേകത പറയും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ A എന്ന് പറയുന്നത് കുറേ എക്സുകളുടെ സെറ്റാണ്. ആ എക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1ൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പം A എന്ന് പറയുന്നത് 1ൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആണെന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ എക്സ് ഇസ് എ റിയൽ നമ്പർ ബിറ്റ്വീൻ 1 and 2. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത വെച്ച് ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുക. ഓക്കെ, ഇപ്പം സെറ്റ് 11, 13, 17, 19 എന്ന് പറയുന്നത് 10ൻ്റെയും 20ൻ്റെ ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പേഴ്സ് നമുക്കിങ്ങനെ എഴുതാം. C ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ X സച്ച് ദാറ്റ് X ഈസ് എ പ്രൈം നമ്പർ. അങ്ങനെയാണ് X എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ് ബിറ്റ്വീൻ 10 and 20. അപ്പോൾ അതുകൊണ്ട് C എന്ന് പറയുന്നത് 10ൻ്റെ 20ൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രൈം നമ്പറിൻ്റെ സെറ്റല്ലേ, ആ X ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ X എന്ന് പറയുന്നത് അങ്ങനെയുള്ള 10ൻ്റെ 20ൻ്റെ ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റാണെന്നാണ് വരിക. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ജനറലായിട്ട് ഫോർമുല ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ജനറലായിട്ടുള്ള ഫോർമുല ഇല്ല. ഇനി അങ്ങനെ ഒരു ഫോർമുല നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം മാത്സിൽ നോബൽ പ്രൈസ് ഇല്ല അല്ലേ. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ഒക്കെ ആണെങ്കിൽ നോബൽ പ്രൈസ് ഉണ്ട്. മാത്തമാറ്റിക്സിൽ നോബൽ പ്രൈസ് ഇല്ല. പകരം മാത്തമാറ്റിക്സിൽ ഏറ്റവും എന്താ പറയുക എമൗണ്ട് സമ്മാനമായിട്ട് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫീൽഡ് മെഡലാണ്. ഫീൽഡ് മെഡൽ എന്നാണ് ഇത് പറയുക. അപ്പോൾ അങ്ങനെ ഒരു പ്രൈം നമ്പറിന് ഒരു ജനറൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമ്മാനം ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്തോ കേട്ടോ.